ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയും ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. നമ്മൾക്കെതിരെ വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകളാണ് നടക്കുന്നത്. അവനെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, എല്ലാ ജില്ലകളിലും അവനക്കെതിരെ കേസ് കൊടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവൻ നമ്മളെ കമ്പനിയെ മോശമായിട്ട് പറയുന്നു. എന്നുള്ള രീതി ആദ്യം പോയിട്ട് മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ കേസ് കൊടുക്കുക നിങ്ങൾ, അല്ലേ? നിയമസഭയിൽ നമ്മളെ കമ്പനിക്കെതിരെ മോശമായി പറഞ്ഞു എന്നുള്ള രീതിയിൽ ഒരു കേസ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പയ്യന്നൂരുള്ള ഇപ്പോൾ ചെറുപ്പക്കാർ നല്ല രീതിയിലുള്ള പുതിയ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് കല്യാണവും മറ്റ് ഇവൻറ്റുകളൊക്കെ ഷൂട്ട് ചെയ്യാനും വീഡിയോ ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോൾ ഫീൽഡ് ഔട്ടായ ഒരുത്തനുണ്ട്, തൊപ്പി ഇട്ടിട്ട് വരുന്ന ഒരുത്തൻ. അപ്പോൾ അവൻ കുറച്ച് കാലമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാറില്ലായിരുന്നു. ഇപ്പോൾ ആദ്യം ഹൈറിച്ചോളികളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം പറയുന്നത് എല്ലാവരും തന്നെ കേസ് പിൻവലിക്കണം, നമ്മളെല്ലാവരും ശക്തി കാണിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, ആരെങ്കിലും കേസ് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എഴുതി വാങ്ങിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പണം കിട്ടുമെന്ന് എഴുതി വാങ്ങിക്കണം. ഏത് ഡാഷ് മോനോ മോക്കോ വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഞാൻ ഗ്യാരണ്ടി തരാം, ഞാനുണ്ടാവും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം തിരികെ കിട്ടാൻ വേണ്ടിയിട്ട്. ആരാണെങ്കിലും 200 രൂപയുടെ മുദ്രപത്രം വാങ്ങിയിട്ട് എന്നെ സമീപിച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പൈസ തിരിച്ച് കിട്ടുമെന്നുള്ള, അല്ലെങ്കിൽ ഞാൻ കൂടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത്, പൈസ കിട്ടുമോ എന്നാണ് ഇവരൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഇവനൊക്കെ ഇനിയും മനസ്സിലായില്ലേ, തൃശ്ശൂരിലെ സെഷൻ കോടതിയുടെ വിധി എന്ന് പറയുന്നത് ഇവരുടെ ആസ്തികൾ വിറ്റിട്ട് നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കണമെന്നുള്ള വിധിയാണ്. അത് സത്യമാണോ എന്നാണോ ഈ മൊണ്ണ ചോദിക്കുന്നത്. ഇവനൊക്കെ ഇവനൊക്കെ ഒരുപാട് ആൾക്കാരുടെ കഫം തിന്നിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അവൻ ഇപ്പോഴും ന്യായീകരിച്ച് നിൽക്കുന്നത് എന്നുള്ളതാണ്. കഫം തിന്നിട്ടില്ലെങ്കിൽ ഇതുപോലെ ന്യായീകരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാരെ പറ്റിച്ച് കഫം തിന്ന് കൊഴുത്ത ഒരുത്തനാണ് ഇവനെന്ന് ഒരു നിസ്സംശയം പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ മാത്രം കേസ് കൊടുക്കുക, അല്ലെങ്കിൽ ഇവന്മാരൊക്കെ പറയുന്നത് പോലെ ജയ് ഹൈറിച്ച്, രാവിലെ 3 ജയ് ഹൈറിച്ച്, ഉച്ചക്ക് 2 ജയ് ഹൈറിച്ച്, രാത്രി ഒരു 3 ജയ് ഹൈറിച്ച് വിളിക്കുക. അപ്പോൾ മുറ്റത്തിറങ്ങിയിട്ട് മേലോട്ട് നോക്കിയിട്ട് വിളിക്കണം, എന്നാൽ മാത്രമേ വലിയ ഫലം കിട്ടുകയുള്ളൂ. ഓക്കെ, ബൈ.